ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ, സാക്ഷ്യം നിറഞ്ഞ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമം എന്നും മഹത്വപ്പെടട്ടെ. വീണ്ടും ഈ പകലിൽ വിശുദ്ധ പകൽക്കാലം കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വീണ്ടും കർത്താവെ ഈ കർത്തൃ സന്നിധിയിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനെ അല്പസമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തോത്രഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ഗാന ശുശ്രൂഷയിൽ കഥാവായ ക്രിസ്തുയേശുവിൻ്റെ സാന്നിധ്യത്തെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, ദൈവത്തോട് കടമയുള്ളവരായി, സ്നേഹമുള്ളവരായി, തെറ്റുകളും കുറവുകളുമൊക്കെ ഏറ്റുപറഞ്ഞു ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ഈ വിശുദ്ധാരാധനയിൽ അല്പസമയം ദൈവത്തെ നമുക്ക് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. തിരുവചനം ഇപ്രകാരം പറഞ്ഞു, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ അവന് പാട്ടുപാടും, സ്തോത്രഗീതങ്ങൾ പാടും. ദൈവസന്നിധിയിൽ യഹോവയുടെ നന്മ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ സാക്ഷ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അധരങ്ങൾ തുറന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ അല്പസമയം പാടി പുകഴ്ത്താം. ഹല്ലേലൂയ. അറിയാവുന്ന ഗാനങ്ങൾ നമുക്ക് ഒന്നുചേർന്ന് അധരങ്ങൾ തുറന്നുകൊണ്ട് ദൈവത്തോട് സ്നേഹമുള്ളവരായി, ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ദൈവത്തെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ. കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് ഒന്ന് ഓർത്ത് നോക്കി. ഈ ഒരാഴ്ചവട്ട കാലം കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ ഓർത്തുകൊണ്ട് പല പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. ദാരിദ്ര്യം തരാതെ വണ്ണം നിത്യവൃത്തിയോടുകൂടി നമ്മെ പരിപാലിക്കുന്ന, നമ്മെ പോറ്റി പുലർത്തുന്ന കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അല്പസമയം പാടി ആരാധിക്കാം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത്ഭുതമല്ല. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തുയേശുവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ ഉയർത്തിയ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് പാപങ്ങളും തെറ്റുകളും കുറവുകളും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ പാപങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അധികമായി നമ്മെ സ്നേഹിക്കുന്ന ആ നല്ലവനായ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അല്പസമയം നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോടു കൂടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അപ്പ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആമേൻ. കരങ്ങൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല.
കൂടി ചേർന്നുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ
ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ നാമത്തിൽ ആ സാക്ഷ്യമുള്ള ദൈവമക്കൾ ചേർന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. വീണ്ടും ഒരുക്കത്തോട് പ്രത്യാശയോടുകൂടി വീണ്ടും ഒരു ആരാധനയിൽ കടന്നു വരുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ നന്ദി കർത്താവേ. ആത്മസമർപ്പണത്തോടു കൂടി ഞങ്ങൾ അങ്ങയോട് അടുത്തു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഏറെ പ്രത്യാശയോടുകൂടി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം ചെയ്യുന്നു. എത്ര പേർ പ്രത്യാശയിലായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മൾ പാടിയ പാട്ടിൻ്റെ വരികൾ പോലെ തന്നെ ഒന്നുമില്ലായ്മയിലും ഒന്നുമില്ലായിരുന്നൊരു ശൂന്യത മാത്രമായിരുന്നു. ആ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രത്തോളം ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുതൽ ഓർത്തുകൊണ്ട് ഇന്ന് ഈ പകലിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 2026 പ്രാരംഭം മുതൽ ഇന്നീ അതിൻ്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ 5 മാസങ്ങൾ പിന്നിട്ടപ്പോൾ തുടക്കം മുതൽ ആരംഭം മുതൽ തന്നെ ഈ നിമിഷം വരെ കർത്താവായ ദൈവം നമ്മെ എത്രത്തോളം പരിപാലിച്ചു, നമ്മളെ കരുതി. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ ഹല്ലേലൂയ ഉയർത്തിക്കൊണ്ടുവന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന കുടുംബങ്ങളൊക്കെ ഒട്ടനവധി സാക്ഷ്യങ്ങളിലൂടെ കടന്നുപോയി. സാക്ഷ്യമില്ലാത്ത ദൈവമക്കൾ ആരും തന്നെയില്ല. ഒട്ടനവധി അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയിൽ കൂടി വരുന്ന കുടുംബങ്ങൾ അവരുടെ പുതിയ ഭവനം പൂർത്തീകരിച്ച് ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞ ദൈവമക്കളുണ്ട്. പുതിയ ഭവന നിർമ്മാണം തുടങ്ങി പ്രാരംഭം ആയ ദൈവമക്കളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപരിപഠനങ്ങൾ പൂർത്തിയാക്കി ദൈവം അവരെ പല ദേശത്തേക്ക് പറഞ്ഞയച്ചു അവരുടെ പഠനത്തിന് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു പോകുന്നു. ഒട്ടനവധി നമുക്ക് ദാരിദ്ര്യം തരാതെ നിത്യവൃത്തിയോടുകൂടി കർത്താവ് ഇതുവരെ നമ്മെ പോറ്റി പുലർത്തി. ആ നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഞാൻ ഓർത്തു പോകുകയായിരുന്നു എൻ്റെ ഒരു സാക്ഷ്യം. മറ്റൊന്നുമല്ല പ്രിയ മക്കളെ, ഞാൻ 2 വർഷക്കാലമായി ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു, ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 26 എന്നാൽ എനിക്ക് ആ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടമായി എന്നൊക്കെ പറയാം. പെട്ടെന്ന് സഡൻലി എൻ്റെ ജോലി അവസാനിച്ചു, നിലച്ചുപോയി. അപ്പോൾ ഞാൻ ആ മാർച്ച് 26 ഞാനപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചത്. പെട്ടെന്ന് ഞാൻ എന്തു ചെയ്യും? പെട്ടെന്നൊരു വരുമാന മാർഗമാണ് നമ്മുടെ ഒരു നിലനിൽപ്പ് പെട്ടെന്ന് ഇല്ലാതായി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാനും മാനുഷികമായി ചിന്തിച്ചു, പ്രയാസങ്ങൾ തോന്നി. പക്ഷേ ഇന്നിവിടെ ക്രിസ്തുവിനെ പ്രസ്താവിക്കാൻ നിൽക്കുമ്പോൾ ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നന്ദിയോടെ പറഞ്ഞുകൊള്ളട്ടെ. ആ മാർച്ച് 26 തൊട്ട് ഈ നിമിഷം വരെയുള്ള ദിനങ്ങൾ എൻ്റെ കർത്താവ് എന്നെ സമൃദ്ധിയായിട്ട് നടത്തി. ഹല്ലേലൂയ. എൻ്റെ യാത്രകൾ, എൻ്റെ ആഹാരം, എൻ്റെ ജീവിത ചെലവുകളിലൊന്നും ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിലെ വിത്തും പതിനും തേടി ഞാൻ പോയില്ല. എന്താണ് ബിഹൈൻഡിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം ദൈവം നടത്തുന്നു, ദൈവം നിറയ്ക്കുന്നു. അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ സാധ്യതകളൊക്കെ അസ്തമിച്ചു പോകുമ്പോൾ മുന്നിലോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഹൈൻഡിൽ നമുക്ക് പുറകിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഇപ്രകാരം, ഹല്ലേലൂയ, വരണ്ട നിലത്തും ഞാൻ നിങ്ങളുടെ വിശപ്പടക്കുകയും നിങ്ങളുടെ അസ്ഥിയെ ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് അനുഭവമുണ്ട്? എല്ലാ സാധ്യതകളും അസ്തമിച്ചിരിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ കരം, ആ ദൈവിക കരം. ഹല്ലേലൂയ. അസാധ്യതകളെ മാറ്റിമറിക്കുന്ന ദൈവിക ശക്തി, ശൂന്യതയിലും വഴി തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനുള്ളിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു വേദഭാഗമുണ്ട് പ്രിയ ദൈവമക്കളെ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് മുഖാന്തരം ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവാചകൻ ഏലിയാവ് ആഹാബിനോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറയുന്ന നാൾ വരെ ഈ നാട്ടിൽ മഴയുണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഏലിയാവ് യോർദാൻ്റെ കിഴക്ക് ദേശത്ത് കൊരിത്ത് തോട്ടിനരികിലേക്ക് പാർക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ കൊരിത്ത് തോട്ടിലെ വെള്ളം കുടിച്ചും കാക്കയെ അയച്ചു കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചുമാണ് ഏലിയാവ് നിലനിന്നത്. ദൈവം പോറ്റി പുലർത്തി. പക്ഷേ പെട്ടെന്നാണ് ആ ക്ഷാമം മൂലം, മഴ ലഭിക്കാത്തത് മൂലം ആ കൊരിത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോവുകയാണ്. അതുപോലെ കാക്ക അയച്ചു കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചാണ് പാർത്തത്. പക്ഷെ കാക്കയുടെ വരവും നിന്നു. ഈ കാക്കയുടെ വരവും നിന്ന് കൊരിത്ത് തോട്ടിലെ വെള്ളവും വറ്റിപ്പോയി. അപ്പോൾ ഏലിയാവിനോട് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. സാറാഫത്ത് ദേശത്തിലേക്ക് കടന്നു പോവുക. അവിടെ ഒരു വിധവ മുഖാന്തരം
ഏലിയാവിനുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു എന്ന് ഏലിയാവിനോട് അരുളപ്പാടുണ്ടായി. എന്നാൽ ആ അരുളപ്പാട് പ്രമാണിച്ചുകൊണ്ട് ഏലിയാവ് സാറാഫത്തിലേക്ക് കടന്നുപോയി. പക്ഷെ സാറാഫത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വിപരീതമാണ്. അവിടെ പട്ടണവാതികൾ കണ്ട വിധവയോട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏലിയാവ് സംസാരിച്ചപ്പോൾ വിധവ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കാലത്തിലാണെങ്കിൽ ഒരു തുള്ളി മാവേ ഉള്ളൂ, എൻ്റെ തുരുത്തിയിലാണെങ്കിൽ എണ്ണയില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പോലും നിത്യവൃത്തിക്കുള്ളത് പോലുമില്ല. ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യമാണ്, ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അവർ പറയുന്നു, ഇത് അവസാനത്തെ ആഹാരം കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാൻ പോവുകയാണ്. കാരണം ജീവിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏലിയാവ് ഇപ്രകാരം പറയുന്നു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, നീ അകത്ത് പോയി എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നിങ്ങൾ അതിനുശേഷം അഹോരവൃത്തി കഴിക്കാൻ. എന്നാൽ ഏലിയാവിൻ്റെ ദൈവം ഇടപെട്ടുള്ള ഏലിയാവിൻ്റെ കൽപ്പന കേട്ടിട്ട് വിധവയകത്തേക്ക് പോകുന്നു. അവിടെ സംഭവിച്ചതോ അത്ഭുതം. ഏലിയാവ് ഇപ്രകാരം പറയുന്നു, യഹോവയുടെ അരുളപ്പാടിനാൽ ഈ ദേശത്ത് മഴ ലഭിക്കുന്ന നാൾ വരെയും നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, നിന്റെ തുരുത്തിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഹോരവൃത്തി കഴിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഓരോരുത്തരും മുന്നിലുള്ള സാധ്യത അടയുമ്പോൾ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം നമുക്കായി തുറന്നിട്ടുള്ള സമൃദ്ധിയുടെ ഉറവകൾ വറ്റിപ്പോവത്തില്ല. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കാക്കയെ അയച്ച് ഏലിയാവിനെ പോറ്റിയ, സാറാഫത്തൊരുക്കി ഏലിയാവിനെ പോറ്റിയ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവവും. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും നമ്മെ കരുതിയ നമ്മുടെ കർത്താവായ ദൈവം, നമ്മെ നാളെ പോറ്റി പുലർത്താമെന്നും വാക്ക് തന്നിട്ടുള്ള ദൈവം, നല്ലവനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കിയാൽ നമുക്കൊരു തിന്മയും ഭവിക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ശൂന്യതയെ നിറവാക്കി മാറ്റുന്ന ഒരു ദൈവിക ശക്തി നമ്മുടെ ആലയത്തിനുള്ളിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയുടെ നാളുകൾ, ഒരുക്കത്തിന്റെ നാളുകൾ, പ്രത്യാശയുടെ നാളുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവായ ക്രിസ്തുയേശുവിന്റെ കരം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ഞെരുക്കത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവ് നിങ്ങളെ കരുതും. ഈ പ്രാർത്ഥിക്കുന്ന നാളുകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ അല്പസമയം നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വം കരയറ്റാം. കർത്താവിൻ്റെ അമിത കൃപ പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, അടുത്തു പോകാതെ വണ്ണം, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അമിത ബലത്തോടു കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ കൃപ വ്യാപിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി വരുന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദേശത്തെ ദൈവം വിടിയിക്കട്ടെ. ഭവനങ്ങളെ ദൈവം സ്വതന്ത്രമാക്കട്ടെ. പീഡകൾ നീങ്ങട്ടെ. ഹല്ലേലൂയ. നിന്ദകൾ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദേശമെല്ലാം ഉണർന്നിടുവാൻ
അതിനോടെ